ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം, ഭിന്നശേഷി സൗഹൃദ സമ്മേളനം, ആ ഒരു സമ്മേളനം എന്ന് പറയുന്നത് അതിന് അർത്ഥവത്തായിട്ടുള്ള ഒരു സൗകര്യം തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിലിരിക്കുന്ന എല്ലാവരും ഒരു കയ്യടി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്, പക്ഷേ ഭിന്നശേഷി സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. പക്ഷേ ഭിന്നശേഷി സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ട് അത് യഥാർത്ഥ രീതിയിൽ നടപ്പിലാക്കിയ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു റാം സൗകര്യം ഈ സ്റ്റേജിൽ ഒരുക്കിയിട്ടുണ്ട്. അത് പലയിടത്തും കാണാറില്ല, പലയിടത്തും പരിപാടികൾ മാത്രം നടത്തി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് പറയുന്നത് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് നിങ്ങൾ മുന്നോട്ട് വന്നു, ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് വന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നെ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നത് മിസ്റ്റർ ഹാഷിറാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്താൻ, ഞാൻ ദിലീപ് കെ, എൻ്റെ സ്ഥലം കാസർഗോഡാണ്. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഏകദേശം പല യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഏകദേശം 6.5 ലക്ഷത്തോളം ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാനും MA പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, B.Ed ഉണ്ട്, UGC നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ മഹത്വം അല്ലെങ്കിൽ എൻ്റെ അച്ചീവ്മെൻ്റ് ഇങ്ങനെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. എന്നെക്കാളും ഒരുപാട് നല്ല കഴിവുള്ള ഒരുപാട് മനുഷ്യർ എൻ്റെ മുന്നിലും ഈ വേദിയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെപ്പോലെയുള്ള ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് ഇത്രയും ഒരു അച്ചീവ്മെൻ്റ് നടത്താൻ എന്നെ സഹായിച്ചത് എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ ചുറ്റുപാടുകൾ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ്. അതിനാദ്യമായിട്ട് പറയേണ്ട വ്യക്തികൾ എൻ്റെ അച്ഛനും അമ്മയാണ്. അവരാണ് എന്നെ വളർത്തുന്നതിൽ ഒരു അടിത്തറ പാകിയിട്ടുള്ളത്. അവർ എന്നെ ഇതേപോലെയുള്ളൊരു സ്പെഷ്യൽ സ്കൂളിൽ, കാസർഗോഡ് ഗവൺമെൻറ് അന്ധവിദ്യാലയത്തിൽ കൊണ്ടുവിടാൻ അവരെടുത്ത ഒരു തീരുമാനമാണ് എന്നെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തനാക്കിയിട്ടുള്ളതെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്. വേറൊരു കാര്യത്തിന് നിങ്ങൾ കൈയടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ അവിടെ സദസ്സിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റും കുറേ സ്കൂളിലെ കുട്ടികളും അവരുടെ പാരൻസും അധ്യാപകരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളോട് കാണിക്കുന്ന സമീപനം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിൽ സ്നേഹത്തോടെ അവരെ പരിചരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് അത് ഈ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ ഒരു പാഠമാണ്, അല്ലെങ്കിൽ വലിയ ഒരു കാര്യമാണ്. കാരണം ഇത്തരം ചേർത്ത് നിർത്തലുകളില്ലാതെ ഭിന്നശേഷിക്കാരനൊരു വളർച്ചയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം കൂടുതൽ സഹതാപമല്ല വേണ്ടത്. ആ സഹതാപത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്. കുട്ടിക്കാലത്ത് ഞാൻ കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ ഫാമിലിയിലൊക്കെ പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് എന്നെ നോക്കിയിട്ട് കുറേ പേര് കരയുന്ന മാത്രമേ അവർ കൊണ്ട് കരയാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അവരൊരിക്കലും എൻ്റെ ജീവിതത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അതോടൊപ്പം എന്നെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, എനിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഒക്കെ തന്നിട്ടുള്ള ആളുകൾ മാത്രമേ എന്നെ സഹായിച്ചിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ കണ്ട് സഹതപിക്കുന്ന ആളുകളെ കൊണ്ട് നമുക്കൊന്നും ലഭിക്കാനില്ല. അതുമാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.